ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. രാജ്യത്ത് 2 കോവിഡ് വാക്സിനുകൾക്ക് അനുമതി. കോവാക്സിൻ, കോവിഷീൽഡ് എന്നിവ അടിയന്തര ഘട്ടത്തിൽ ഉപാധികളോടെ ഉപയോഗിക്കാം. അഭിമാന നിമിഷമെന്ന് പ്രധാനമന്ത്രി. കേരളത്തിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 4600 പേർക്ക്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.73%. സംസ്ഥാനത്ത് കോവിഡ് വ്യാപന സാധ്യത കണ്ടെത്താൻ സാന്ദ്രതാ പഠനം നടത്തുമെന്ന് മന്ത്രി കെ ശൈലജ. കൊച്ചി മംഗളൂരു പ്രകൃതിവാതക പൈപ്പ് ലൈൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ രാഷ്ട്രത്തിന് സമർപ്പിക്കും. കാസർഗോഡ് പാണത്തൂരിൽ വിവാഹ സംഘം സഞ്ചരിച്ച ബസ് മറിഞ്ഞ് 7 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്ക്. ISL ഫുട്ബോളിൽ ഈസ്റ്റ് ബംഗാൾ ഒഡീഷ പോരാട്ടം തുടരുന്നു. ATK മോഹൻ ബഗാൻ നോർത്ത് ഈസ്റ്റ് മത്സരം രാത്രി 7:30. വാർത്തകൾ വിശദമായി. രാജ്യത്ത് കോവിഡ് വാക്സിന്റെ അടിയന്തര ഉപയോഗത്തിന് ഡ്രഗ്സ് കൺട്രോളർ ജനറൽ അനുമതി നൽകി. അടിയന്തര ഘട്ടത്തിൽ ഉപയോഗിക്കാനുള്ള അനുമതിയാണ് ലഭിച്ചിരിക്കുന്നത്. ഇതോടെ കോവിഡ് വാക്സിൻ വിതരണം തുടങ്ങാനാകും. വിശദാംശങ്ങളുമായി ലിഖിത. ICMR-ഉം ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടും ചേർന്ന് ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ഭാരത് ബയോടെക് നിർമ്മിച്ച കോവാക്സിനും ഓക്സ്ഫോർഡ് സർവകലാശാലയും ആസ്ട്രസെനക്കയുമായി ചേർന്ന് പൂനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മിച്ച കോവിഷീൽഡിനുമാണ് ഡ്രഗ്സ് കൺട്രോൾ ഓഫ് ഇന്ത്യയുടെ അനുമതി ലഭിച്ചത്. വാക്സിനുകളുടെ സുരക്ഷ സംബന്ധിച്ച് ആശങ്ക വേണ്ടെന്ന് ഡ്രഗ്സ് കൺട്രോളർ ജനറൽ അറിയിച്ചു. ആവശ്യമായ പരിശോധനകൾക്ക് ശേഷമാണ് വാക്സിനുകൾക്ക് അനുമതി നൽകിയിരിക്കുന്നത്. വാക്സിനുകൾ 100% സുരക്ഷിതമാണെന്നും നേരിയ പനി, വേദന, അലർജി എന്നിവ പോലുള്ള അസ്വസ്ഥതകൾ ഏത് വാക്സിൻ എടുത്താലും ഉണ്ടാകാറുള്ളതാണെന്നും ഡ്രഗ്സ് കൺട്രോളർ ജനറൽ വ്യക്തമാക്കി. ഇരു വാക്സിനുകളും അടിയന്തര ഘട്ടത്തിൽ നിയന്ത്രിതമായി വിതരണം ചെയ്യാൻ വിദഗ്ധ സമിതി കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു. ഇതോടെ US, UK തുടങ്ങിയ ചുരുക്കം ചില രാജ്യങ്ങൾക്ക് ശേഷം വാക്സിൻ വിതരണത്തിന് അനുമതി നൽകുന്ന രാജ്യമായി ഇന്ത്യ മാറി. ഈ 2 വാക്സിനുകളും ഇന്ത്യയിൽ നിർമ്മിച്ചതാണെന്നതിൽ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സ്വാശ്രയ ഇന്ത്യ എന്ന സ്വപ്നം നിറവേറ്റാനുള്ള ഇന്ത്യൻ ശാസ്ത്ര സമൂഹത്തിന്റെ അഭിനിവേശമാണ് ഇത് കാണിക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കഠിനാധ്വാനികളായ ശാസ്ത്രജ്ഞരെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. സംസ്ഥാനത്ത് ഇന്ന് 4600 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. എറണാകുളം 728, മലപ്പുറം 522, കോഴിക്കോട് 511, കോട്ടയം 408, പത്തനംതിട്ട 385, തൃശൂർ 328, കൊല്ലം 327, തിരുവനന്തപുരം 282, ആലപ്പുഴ 270, ഇടുക്കി 253, പാലക്കാട് 218, കണ്ണൂർ 179, വയനാട് 148, കാസർഗോഡ് 41 എന്നിങ്ങനെയാണ് രോഗബാധ. 4668 പേർ ഇന്ന് രോഗമുക്തി നേടി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 47,291 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.73%. 25 മരണം കൂടി കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചതോടെ ആകെ മരണസംഖ്യ 3141 ആയി. 65,278 പേരാണ് ഇനി ചികിത്സയിലുള്ളത്. ബ്രിട്ടനിൽ നിന്ന് വന്ന ആർക്കും തന്നെ കഴിഞ്ഞ 24 മണിക്കൂറിനകം കോവിഡ് സ്ഥിരീകരിച്ചിട്ടില്ല. കോവിഡ്-19 രണ്ടാം ഘട്ട വ്യാപനത്തിന്റെ സാധ്യതകൾ കണ്ടെത്തുന്നതിനും അനുയോജ്യമായ പ്രതിരോധ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിനുമായി സംസ്ഥാന ആരോഗ്യവകുപ്പ് കോവിഡ്-19 സാന്ദ്രതാ പഠനം നടത്തുമെന്ന് മന്ത്രി കെ ശൈലജ. സാർസ് കോവിഡ്-2 ആന്റിബോഡിയുടെ സാന്നിധ്യം ആളുകളിൽ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുകയാണ് ഈ പഠനത്തിന്റെ പ്രധാന ലക്ഷ്യം. രോഗത്തിന്റെ അടുത്ത ഘട്ട വ്യാപന സാധ്യത മനസ്സിലാക്കുന്നതിനും മുന്നൊരുക്കങ്ങൾ നടത്തുവാനും നയപരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിനും ഈ പഠനം സഹായിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്താകമാനം 18 വയസ്സിന് മുകളിലുള്ള 12,100ഓളം ആളുകളിൽ പഠനം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ജില്ലയിൽ ഏറ്റവും കുറഞ്ഞത് 350 സാമ്പിളുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കും. കേരളത്തിലെ കോളേജുകളിലും സർവകലാശാലകളിലും നാളെ മുതൽ ക്ലാസുകൾ പുനരാരംഭിക്കും. 50% വിദ്യാർത്ഥികൾ വീതം ക്ലാസുകളിൽ ഹാജരാകും. രാവിലെ 8:30 മുതൽ വൈകിട്ട് 5 വരെയാണ് പ്രവർത്തന സമയം. ശനിയാഴ്ച പ്രവൃത്തി ദിവസമായിരിക്കും. 5-6 സെമസ്റ്റർ ബിരുദ വിദ്യാർത്ഥികൾ, ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾ, ഗവേഷണ വിദ്യാർത്ഥികൾ എന്നിവർക്കാണ് ആദ്യം ക്ലാസ് തുടങ്ങുക. കോവിഡ് പ്രതിരോധ മാനദണ്ഡങ്ങൾ പാലിച്ച് സ്കൂളുകൾ തുറക്കുമ്പോൾ സുരക്ഷ ഒരുക്കാൻ 83,000 ലിറ്റർ സാനിറ്റൈസർ പൊതുമേഖലാ വ്യവസായ സ്ഥാപനം കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് നൽകും. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 4,402 സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലേക്കാണ് സാനിറ്റൈസർ വിതരണം.
ലോകത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 8,50,00,000 പിന്നിട്ടു. ഇതിൽ 6,97,000-ത്തിലധികം പേർ രോഗമുക്തി നേടി. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 96.16%. ഇതുവരെ 99 ലക്ഷത്തിലധികം പേരാണ് രോഗമുക്തരായത്. 2,47,000-ത്തിലധികം പേർ രാജ്യത്ത് ചികിത്സയിലുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കാസർഗോഡ് പാണത്തൂരിൽ വിവാഹ സംഘം സഞ്ചരിച്ച ബസ് വീടിന് മുകളിലേക്ക് മറിഞ്ഞ് 7 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് പ്രതിനിധി ജഗന്നിവാസൻ. മൃതദേഹങ്ങൾ പൂടങ്കല്ല് സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പരിക്കേറ്റവരെ കാഞ്ഞങ്ങാട്ടെ വിവിധ ആശുപത്രികളിലും പ്രവേശിപ്പിച്ചു. കാഞ്ഞങ്ങാട്ടെ ജില്ലാ ആശുപത്രിയിൽ മാത്രം 33 പേർ ചികിത്സയിലുണ്ട്. കർണാടക പുത്തൂർ സ്വദേശികളാണ് അപകടത്തിൽ മരിച്ചത്. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് അപകടം നടന്നത്. കർണാടകയിലെ ഈശ്വരമംഗലത്ത് നിന്നും അതിർത്തി ഗ്രാമമായ കരിക്കെ ചെത്തുകയം എന്ന സ്ഥലത്തേക്ക് വന്ന വധുവിന്റെ വീട്ടുകാർ സഞ്ചരിച്ച ബസ് ഇറക്കത്തിൽ വെച്ച് നിയന്ത്രണം വിട്ട് സമീപത്തെ വീടിന് മുകളിലേക്ക് മറിയുകയായിരുന്നു. പരിക്കേറ്റവർക്ക് അടിയന്തര ചികിത്സാ സഹായം ലഭ്യമാക്കാൻ ജില്ലാ ഭരണകൂടവും സർക്കാരും നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. മരിച്ചവരുടെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ 2 ലക്ഷം രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട്. റവന്യൂ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഡെപ്യൂട്ടി ഡിഎംഒ വെള്ളരിക്കുണ്ട് താലൂക്ക് ആശുപത്രിയിലും ഡിഎംഒ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലും അടിയന്തര നടപടികൾക്ക് നേതൃത്വം നൽകി വരികയാണ്. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് റവന്യൂ മന്ത്രി അറിയിച്ചു. കാസർഗോഡ് ബസ് അപകടത്തിൽ പരിക്കേറ്റവർക്ക് മതിയായ ചികിത്സ ഉറപ്പാക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജ നിർദ്ദേശം നൽകി. ഇതോടൊപ്പം ആംബുലൻസ് സേവനവും സജ്ജമാക്കിയിട്ടുണ്ട്. കൊച്ചി മംഗളൂരു പ്രകൃതിവാതക പൈപ്പ് ലൈൻ മറ്റന്നാൾ രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിലൂടെ രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഒരു രാജ്യം ഒരു വാതക ഗ്രിഡ് രൂപീകരണത്തിനുള്ള പ്രധാന ചുവടുവയ്പ്പാണ് ഈ പദ്ധതി. കേരള കർണാടക ഗവർണർമാരും മുഖ്യമന്ത്രിയും കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക വകുപ്പ് മന്ത്രിയും ചടങ്ങിൽ പങ്കെടുക്കും. 450 കിലോമീറ്റർ ദൈർഘ്യമുള്ള പ്രകൃതിവാതക പൈപ്പ് ലൈൻ ഗെയിൽ ഇന്ത്യ ലിമിറ്റഡാണ് നിർമ്മിച്ചത്. പ്രതിദിനം 12 ലക്ഷം മെട്രിക് സ്റ്റാൻഡേർഡ് ക്യൂബിക് മീറ്റർ വാഹക ശേഷിയുള്ളതാണ് പൈപ്പ് ലൈൻ. കൊച്ചിയിലെ LNG ടെർമിനലിൽ നിന്നും കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിലുള്ള മംഗളൂരുവിലേക്കാണ് പ്രകൃതിവാതകം കൊണ്ടുപോകുന്നത്. സംസ്ഥാനത്തെ രണ്ടാമത്തെ വാട്ടർ ടാക്സി നാളെ കണ്ണൂർ പറശ്ശിനിപ്പുഴയിൽ സർവീസ് തുടങ്ങും. രാവിലെ 10-ന് മന്ത്രി AK ശശീന്ദ്രൻ ആദ്യ സർവീസ് ഉദ്ഘാടനം ചെയ്യും. മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് പ്രദേശങ്ങൾ ചുറ്റിക്കാണാൻ KSRTCയുടെ ടൂറിസം സർവീസ് തുടങ്ങി. ആകാശവാണി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറയുടെ റിപ്പോർട്ട്. കൊടുന്തണുപ്പിൽ കോടമഞ്ഞിനിടയിലൂടെ KSRTC ബസിൽ മൂന്നാർ ചുറ്റിക്കാണാൻ അവസരമൊരുങ്ങി. KSRTCയുടെ ടൂറിസം സർവീസ് മൂന്നാറിൽ ആരംഭിച്ചു. മൂന്നാറിലെ മാട്ടുപ്പെട്ടി ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങൾ ചുറ്റിക്കറങ്ങി കാഴ്ചകൾ ആസ്വദിക്കാനാണ് KSRTC സൗകര്യമൊരുക്കിയത്. മൂന്നാറിൽ വിനോദസഞ്ചാരികൾക്ക് കുറഞ്ഞ ചെലവിൽ യാത്ര നടത്താൻ സൗകര്യമൊരുക്കുന്ന KSRTCയുടെ സൈറ്റ് സീയിങ് സർവീസാണ് ആരംഭിച്ചത്. സഞ്ചാരികൾക്കായി 50 സീറ്റുകളാണ് ബസ്സിൽ ഒരുക്കിയിട്ടുള്ളത്. അടുത്തയാഴ്ച മുതൽ മൂന്നാർ കാന്തല്ലൂർ റൂട്ടിൽ മറ്റൊരു ടൂറിസം സർവീസും ആരംഭിക്കുമെന്ന് KSRTC മാനേജിംഗ് ഡയറക്ടർ ബിജു പ്രഭാകർ അറിയിച്ചു. ISLൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ ഒഡീഷ ഈസ്റ്റ് ബംഗാളിനെ നേരിടുന്നു. മത്സരം ആദ്യ പകുതി പിന്നിട്ടപ്പോൾ ഈസ്റ്റ് ബംഗാൾ 2 ഗോളിന് മുന്നിലാണ്. ഈസ്റ്റ് ബംഗാളിന് വേണ്ടി 12-ാം മിനിറ്റിൽ പിൽക്കിംഗ്ടനാണ് ആദ്യ ഗോൾ നേടിയത്. തുടർന്ന് 39-ാം മിനിറ്റിൽ ജാക്വസ് മെഗോമ 2-ാം ഗോൾ സ്വന്തമാക്കി. ഇരു ടീമിനും ഇതുവരെ ടൂർണമെന്റിന്റെ ഈ സീസണിൽ ജയിക്കാനായിട്ടില്ല. രാത്രി 7:30-നുള്ള കളിയിൽ ATK മോഹൻ ബഗാൻ നോർത്ത് ഈസ്റ്റുമായി ഏറ്റുമുട്ടും. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് 2 കോവിഡ് വാക്സിനുകൾക്ക് അനുമതി. കോവാക്സിൻ, കോവിഷീൽഡ് എന്നിവ അടിയന്തര ഘട്ടത്തിൽ ഉപാധികളോടെ ഉപയോഗിക്കാം. അഭിമാന നിമിഷമെന്ന് പ്രധാനമന്ത്രി. കേരളത്തിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 4600 പേർക്ക്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.73%. സംസ്ഥാനത്ത് കോവിഡ് വ്യാപന സാധ്യത കണ്ടെത്താൻ സാന്ദ്രതാ പഠനം നടത്തുമെന്ന് മന്ത്രി KK ശൈലജ. കൊച്ചി മംഗളൂരു പ്രകൃതിവാതക പൈപ്പ് ലൈൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ രാഷ്ട്രത്തിന് സമർപ്പിക്കും. കാസർഗോഡ് പാണത്തൂരിൽ വിവാഹ സംഘം സഞ്ചരിച്ച ബസ് മറിഞ്ഞ് 7 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്ക്. ISL ഫുട്ബോളിൽ ഈസ്റ്റ് ബംഗാൾ ഒഡീഷ പോരാട്ടം തുടരുന്നു. ATK മോഹൻ ബഗാൻ നോർത്ത് ഈസ്റ്റ് മത്സരം രാത്രി 7:30-ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടിയും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AR_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.